ലോക്കൽ ഹോസ്റ്റിനകത്ത് എങ്ങനെ നമുക്ക് വേഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് വേഡ്പ്രസ് ചെയ്ത് പഠിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ആദ്യം ഒരു പുതിയ ടാബിനകത്ത് സാംപ് എന്ന് സെർച്ച് ചെയ്യുക, XAMP. എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്ക് ഓപ്പൺ ആക്കുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. നിങ്ങളുടെ OS ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഫയൽ അവിടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് സ്റ്റാർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലിക്ക് ഹിയർ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേഡ്പ്രസിൻ്റെ ഫയലും കൂടി ഒന്ന് ഡൗൺലോഡ് ആവണം. അതിന് വേണ്ടി വേഡ്പ്രസ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക ഒരു പുതിയ ടാബിനകത്ത്. ഓക്കെ, എന്നിട്ട് ആദ്യം വരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വേഡ്പ്രസ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 7.0 ആണ്. അത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതും അവിടെ ഡൗൺലോഡ് ആവും. ഞാനിവിടെ രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ സാമ്പിൻ്റെ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. നിങ്ങളുടെ കയ്യിൽ ആൻറ്റി വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കും. അത് എസ് കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ, ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് സാമ്പ് ഇൻസ്റ്റാൾ ആവുക. അത് മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വേഡ്പ്രസിൻ്റെ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. വേഡ്പ്രസ് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. അത് നല്ല സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, എന്നിട്ട് അത് സാമ്പ് ഓപ്പൺ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. എന്നിട്ട് ആദ്യത്തെ ഈ അപ്പാച്ചിയും MySQLും സ്റ്റാർട്ട് കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് ഈ MySQLിൻ്റെ അടുത്തുള്ള അഡ്മിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് അവിടെ ആ ഡാറ്റാബേസിന് വേഡ്പ്രസ് എന്നുള്ളൊരു പേര് കൊടുക്കണം. ഈ വേഡ്പ്രസ് എന്നുള്ള പേര് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ വേഡ്പ്രസ് എന്ന് പറഞ്ഞ ഫോൾഡർ വന്നില്ലേ, ആ ഫോൾഡറിൻ്റെ പേരാണ് ഞാനിവിടെ കോപ്പി ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഫയൽ സിക്കകത്ത് സാമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. നമ്മുടെ C ഡ്രൈവിനകത്ത് സാമ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ സാമ്പിനകത്ത് HT-docs എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് കൊണ്ട് ഇടണം. എന്നിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ പുതിയൊരു ടാബിനകത്ത് ലോക്കൽ ഹോസ്റ്റ് /വേഡ്പ്രസ് എന്നുള്ള ലിങ്കിലേക്ക് പോകണം. ഞാനിവിടെ ആ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടിട്ടിട്ട് അവിടെ വേഡ്പ്രസ് എന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വേഡ്പ്രസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് വേഡ്പ്രസ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു, ലെറ്റ്സ് ഗോ എന്നുള്ളത് കൊടുത്തു. ഇതിനകത്ത് ഡാറ്റാബേസിൻ്റെ പേര്, അതായത് ആ നമ്മൾ കൊണ്ടിട്ട ഫോൾഡറിൻ്റെ പേരാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വേഡ്പ്രസ് ഡിഫാൾട്ട് ഫോൾഡറാണ് കൊണ്ടിട്ടത്. അതുകൊണ്ട് അവിടെ വേഡ്പ്രസ് ഒന്ന് കൊടുക്കുന്നു. യൂസറിനെ അഡ്മിൻ എന്ന് കൊടുത്തു. പാസ്വേഡ് കൊടുക്കണം എങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അത് റെഡി ആവുന്നില്ല. അപ്പോൾ നമ്മൾ യൂസറിനെ എന്നുള്ളത് അഡ്മിൻ എന്നുള്ളത് മാറ്റി റൂട്ടെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ വന്നു. അത് ഇൻസ്റ്റാൾ ഞെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെൽക്കം വിൻഡോ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈറ്റ് ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ഓർത്ത് വെച്ചേക്കണം. ഇതാണ് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യൂസർ നെയിം കൊടുത്തു. ഒരു പാസ്വേഡും കൂടെ അവിടെ സെറ്റാക്കി കൊടുക്കണം. പിന്നെ ഒരു ഇമെയിൽ ID. നമുക്ക് വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലോട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു ലിങ്ക് നിങ്ങളുടെ പുതിയ ടാബിനകത്ത് പേസ്റ്റ് ചെയ്യണം. ലോക്കൽ ഹോസ്റ്റ് /wp-login.php ഞാനിവിടെ കൊടുത്തേക്കാം അത്. ഓക്കെ, ഇത് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേഡ്പ്രസ്സിൽ ലോഗിൻ ചെയ്യാനുള്ള
പേജ് വരും. ഇതിൽ നിങ്ങൾ അവസാനം കൊടുത്ത ID പാസ്വേഡ് അഡ്മിൻ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡിലോട്ട് എത്തും. ഓക്കെ, ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എപ്പോൾ ഈ ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്യണമെങ്കിലും ആദ്യം സാമ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓൺ ആക്കിയിട്ട് അതിനകത്ത് ഈ അപ്പാച്ചിയും MySQLും ആദ്യം ഇനേബിൾ ചെയ്യണം. അത് ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ.